കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. നല്ല പരാജയമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. UDF 18 സീറ്റ് നേടാനായി. ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ ജനതയുടെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഖിലേന്ത്യാ സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്. ഇത് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും CPIM ആവില്ലല്ലോ. അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ലപോലെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒന്നാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അത് കണ്ടിട്ടുണ്ട്, ഇപ്രാവശ്യവും അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതിൻ്റെ ഒപ്പം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന ഒരു കാര്യം, UDF ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPI, പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ലീഗ്, കോൺഗ്രസ് ഐക്യം. കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പായാലും യഥാർത്ഥത്തിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട്. SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അതുപോലെ ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ളവരെല്ലാം അതിൻ്റെ രാഷ്ട്രീയ കക്ഷികളെന്ന രീതിയിൽ മത്സരിക്കുകയും വളരെ ചുരുക്കം സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുണ്ട്. ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തത് ഈ മുസ്ലിം രാഷ്ട്രം വേണം, മുസ്ലിം ഫണ്ടമെന്റലിസത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമും അതുപോലെ തന്നെ SDPIയും അതുപോലെ ഫണ്ടുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. താൽക്കാലികമായിട്ട് അവർക്ക് ജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നിരവധി ജനവിഭാഗങ്ങൾ, അത് ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും ഒക്കെയുണ്ട്. അവരിതിനെ രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കുന്നില്ല.
ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദ സംഘത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നല്ലതുപോലെ തുറന്നെതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ മതനിരപേക്ഷ ശക്തികൾക്കാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം.